കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് നമുക്ക് ശക്തമായൊരു പോരാട്ടം എന്ന് പറയാൻ പറ്റില്ല. കാരണം കാസർഗോഡ് ജില്ലയിൽ LDFന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഒരു കോട്ട എന്ന് പറയാവുന്ന സ്ഥലമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ നേരത്തെ നമുക്കറിയാം ഇ ചന്ദ്രശേഖരൻ മുൻ മന്ത്രിയുടെ മണ്ഡലമായിരുന്നു, CPIയുടെ മുൻ മന്ത്രിയായ ഇ ചന്ദ്രശേഖരന്റെ മണ്ഡലമായിരുന്നു ഇത്തവണ. പക്ഷേ CPI ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളെ മത്സരത്തിൽ നിർത്തിക്കുകയാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ ഈ മണ്ഡലം നേരത്തെ കോൺഗ്രസ് മത്സരിച്ച മണ്ഡലമായിരുന്നെങ്കിൽ ഇത്തവണ അത് കേരള കോൺഗ്രസ് നൽകിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ നിന്ന് ജില്ലയിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ് ഷൈജി ഒട്ടപ്പാള്ളിയാണ് ഇവിടെ മത്സരിക്കുന്നത്. ആ രീതിയിൽ LDFും UDFും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്നത്. അപ്പോഴും കൃത്യമായ ഒരു ആധിപത്യം LDFന്റെ ഒരു കോട്ട എന്ന് പറയാവുന്ന സ്ഥലമാണ് കാഞ്ഞങ്ങാട് മണ്ഡലം. അപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴും ഓരോ തവണയും ആളുകൾ മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങളാണല്ലോ ഏറ്റവും പ്രസക്തം. അപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ മത്സര ചിത്രം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ അതിൻ്റെ ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. ഇവിടെ ആളുകൾ ഇങ്ങനെ അവരുടെ നാട്ടിലേക്ക് പോകാൻ അവസാനത്തെ ബസ്സുകളൊക്കെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. പലർക്കും വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലൊക്കെയാണ്. ഇപ്പോൾ പ്രദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതുവിലുള്ള അവസ്ഥ എന്താണ്? ഒരു ഇടതുകോട്ട എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. കാര്യമായി നഷ്ടം LDFന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ നേരിയ ഒരു ഭൂരിപക്ഷം ഈ മണ്ഡലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുകയാണെങ്കിൽ. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. എന്താണ് പൊതുവിൽ കാഞ്ഞങ്ങാടെ കുറിച്ച് പറയാനുള്ളത്? ദിൽന പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷത്തിന് ആശങ്ക വേണ്ടാത്ത ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട് യഥാർത്ഥത്തിൽ. പക്ഷേ എന്തു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ നിൽക്കുമ്പോൾ ഈ സമയത്തുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ആളുകൾ ബസ് കിട്ടാതെ കാത്തു നിൽക്കുന്നു. നമ്മൾ എത്ര വികസനം പറഞ്ഞാലും റോഡുകൾ ഉണ്ടാക്കിയാലും പാലങ്ങൾ ഉണ്ടാക്കിയാലും ആ നിരത്തിൽ കൂടെ ഓടാൻ ബസ്സുകളില്ലെങ്കിൽ വല്ലാത്ത ഒരു ദുരിതമാണ്. നമ്മൾ നേരത്തെ ഉദുമയെ പറഞ്ഞതുപോലെ മലയോരം മുതൽ തീരപ്രദേശം വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. അപ്പോൾ ആ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ആളുകൾ പ്രയാസപ്പെടുകയാണ്. ഇത്തരം യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിന് പക്ഷേ ഇത്തവണ ആശങ്കപ്പെടാനില്ല എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതാണ് അധികം ആശങ്ക ഇടതുപക്ഷത്തിനില്ല. അപ്പോഴും ഇവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറയേണ്ടത്? ഈ മണ്ഡലത്തിലെ വോട്ടറാണോ? കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വോട്ടറാണോ? അതെ അതെ അതെ. എന്താ കാഞ്ഞങ്ങാടത്തെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് പ്രകടനം എല്ലാം പ്രചാരം പോകുന്നുണ്ട്. പക്ഷെ ആര് ജയിക്കാനാ സാധ്യത? ജയിക്കുന്നത് നമ്മൾ തന്നെ, CPM തന്നെ. അപ്പോൾ നമ്മൾ ജയിക്കൂ, ഇവിടെ LDF ജയിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ വോട്ടറാണോ? കാഞ്ഞങ്ങാട് അല്ല. കാഞ്ഞങ്ങാടത്തെ വോട്ടറാണോ? അല്ല. ഇലക്ഷന്റെ സമയമൊക്കെ ആണല്ലോ. എവിടുത്തെ വോട്ടറാ? കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വോട്ടറാണോ? അല്ല, ഉദുമ. പലരും ബസ് കാത്തൊക്കെ നിൽക്കുന്നുണ്ട്. പലരും ഇവിടുത്തെ ആളുകളല്ല. വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഏത് മണ്ഡലത്തിലാ? കൊണ്ടോട്ടി. ഓക്കെ, കൊണ്ടോട്ടി. ഓക്കെ. ഇവിടെ ഇപ്പൊ എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണോ? അതെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുക. ഇവിടുത്തെ ഇലക്ഷൻ വർക്കൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഇവിടുത്തെ ഇലക്ഷൻ വർക്ക് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഉള്ളിൽ ഇലക്ഷൻ വർക്കൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ ഉറപ്പാണ് UDF തൂക്കും. UDF തൂക്കും എന്നാണ്. ഓക്കെ, അതാണ്. അപ്പം പലരും ബസ് കാത്തു നിൽക്കുന്ന ആളുകളാണ്. മാത്രമല്ല മൈക്ക് കാണുമ്പോൾ ഓടുന്ന ആൾക്കാരുണ്ട്. ചെന്നൈ മണ്ഡലത്തിലെ വോട്ടർ ആയിരിക്കുമല്ലോ അല്ലേ? കാഞ്ഞങ്ങാടത്തെ വോട്ടർ അല്ലേ? എന്താ കാഞ്ഞങ്ങാടത്തെ അവസ്ഥ? ചൂട്, ഏറ്റവും കൂടുതൽ ചൂട്. ഇലക്ഷൻ ആരാ ജയിക്കുന്നേ? ഇപ്പൊ പറയാൻ പറ്റൂല നമുക്ക്. പൊതുവെ ഒരു LDFന്റെ കോട്ടയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെയുണ്ട്. LDFന്റെ ഉണ്ട്, UDFന്റെ എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ പല രീതിയിലാണ് പ്രതികരണങ്ങൾ. ആളുകൾ പലരും പ്രതികരിക്കാൻ തയ്യാറാകുന്നുമില്ല. എന്തായാലും ഇതാണ് കാഞ്ഞങ്ങാട് നഗരത്തിലെ ഇപ്പോഴത്തെ കാഴ്ച. ആളുകൾ കുറഞ്ഞു വരികയാണ്. നമുക്കിവിടെ ഒരു കടയിൽ പോവാം. കാഞ്ഞങ്ങാട് ഫുള്ള് ക്രൗഡ്. ആരാ ഇലക്ഷൻ? UDF. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് കാഞ്ഞങ്ങാടത്തെ വിഷയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.